ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു ബോണ്ട. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ബോണ്ടയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം 4 മണിക്കൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 നല്ല പഴുത്ത നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ചേർക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്, നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മിക്സി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് മൈദ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മൈദ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്താലും മതി. അപ്പോൾ അതൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, കട്ടകളൊന്നും ഇല്ലാതെ. ചപ്പാത്തി മാവൊന്നും പോലെ അത്ര ടൈറ്റായിട്ട് കിട്ടണ്ട, കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും. നല്ല ടൈറ്റ് ആവരുത് മാവ്. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എണ്ണയിലേക്ക് നമുക്ക് കൈവച്ചിട്ട് കോരിയിടാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മുങ്ങിക്കിടക്കാൻ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് കുറച്ചായിട്ട് ഇതുപോലെ നുള്ളിയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വാരിയിട്ട് കൊടുക്കുക. ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. ഓയിൽ നല്ല ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ച് വെക്കുക. എന്നിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഉൾഭാഗമൊക്കെ റെഡിയായി കിട്ടേണ്ടതാണ്. ഇതുപോലെ ചൂട് തട്ടുമ്പോൾ കുറച്ചങ്ങ് വീർത്ത് വരും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയിട്ട് കുക്കായി കഴിഞ്ഞ് പുറം ഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. ആദ്യം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഉൾഭാഗമൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബോണ്ടയാണിത്. സ്വീറ്റ് ആയിട്ടുള്ള ബോണ്ട എന്തായാലും ഇഷ്ടപ്പെടും. നല്ല പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്